കോഴിക്കോട് പേരാമ്പ്രയിൽ രാഷ്ട്രീയ സംഘർഷം തുടർക്കഥയാകുമ്പോൾ പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കേരള പോലീസ്. പോലീസിന്റെ നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് ആരോപിച്ച 7 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷാഫി പറമ്പിൽ MP പോലീസ് മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയതിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ പേരാമ്പ്ര നിലവിൽ സംഘർഷം ഭരിതമായിട്ടിരിക്കുകയാണ്. ഇത് മുതലെടുക്കുവാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുക, പിന്നാലെ ഇത് മറയാക്കി UDF പ്രവർത്തകരെ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ജോലി. ഈ സമയത്ത് പാഞ്ഞെത്തുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരനാണ്. UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കടുത്ത വിമർശനമാണ് K മുരളീധരൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രവർത്തകരെ കാണുവാനും ചിലപ്പോൾ K മുരളീധരൻ തയ്യാറാക്കും എന്നാണ് അറിയുന്നത്. അതിനു മുൻപ് തന്നെ പ്രവർത്തകരെ പുറത്തുവിടാൻ പോലീസ് ആലോചിക്കുന്നുമുണ്ട്. പ്രവർത്തകരെ ജയിലിൽ ഇടുകയാണെങ്കിൽ അത് കോൺഗ്രസ് ആയുധമാക്കുമെന്ന് പോലീസ് ഭയക്കുന്നുണ്ട്. അതേസമയം പോലീസിന് കനത്ത തിരിച്ചടി നൽകണമെന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുമുണ്ട്. ഇതും പോലീസ് ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പേരാമ്പ്രയിൽ വീണ ഷാഫി പറമ്പിലെ MP ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് UDF നടത്തുന്നത്. മുരളീധരന്റെ ചില പ്രതികരണങ്ങളെ കൂടി പോകാം. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേന്ദ്ര BJP നേതൃത്വം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന കാലത്ത് പേരാമ്പ്രയിലെ ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ ഇന്ന് പോലീസ് കാലത്ത് വീടുകൾ വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പറയുന്നത് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. ഒരു കാര്യം അതിലുള്ളത്, ഇപ്പം ഷാഫി പറമ്പിൽ MP പോലീസ് മർദ്ദിച്ചതിന് ശേഷം അവിടെ റൂറൽ SP ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ഏതോ പോലീസുകാർ ഞങ്ങളൊന്നും ഉത്തരവില്ലാതെ MP തല്ലി. വ്യക്തമായിട്ട് റൂറൽ SP പറഞ്ഞ വാചകം. ആ പ്രസ്താവന കഴിഞ്ഞ് ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു പേരാമ്പ്രയിലെ സജീഷിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതുകൊണ്ടാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത്. ഇതിൽ ആരാണ് യഥാർത്ഥ പോലീസ്? റൂറൽ SP പറയുകയാണ്, ഞങ്ങൾ അറിയാതെ MP തല്ലി. അദ്ദേഹം സമ്മതിച്ച കാര്യം, MP തല്ലി. ഇപ്പോഴാണ് സജീഷിന്റെ സ്റ്റേറ്റ്മെന്റ്, സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതിന് ശേഷമാണ് ലാത്തി ചാർജ്. ഇന്നലെ പെട്ടെന്ന് പോലീസുകാരും സ്ഫോടക വസ്തുക്കളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരിറക്കിറങ്ങുന്നു. എന്തൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ കുറേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ അറസ്റ്റിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ഞങ്ങളുടെ ജാഥ കോഴിക്കോട് പ്രവേശിക്കുകയാണ്, ഇത് പൊളിക്കാനുള്ള ഒരു ശ്രമം. 2, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റസമ്മതം നടത്തിയതിന് ശേഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവ് പുതിയ കണ്ടുപിടുത്തം നടത്തുക. ഇതിൻ്റെ വസ്തുത എന്താ? ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ 2 സംഭവങ്ങൾ ചേർത്ത് വെച്ചാൽ. ഞാൻ SP സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങളോടാ പറഞ്ഞു, പത്രക്കാരോടാ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒന്ന് തല്ലി ഓടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഷെല്ല് പൊട്ടിക്കുക, അല്ല ഞങ്ങൾ പെട്ടെന്ന് ലാത്തി ചാർജിലേക്ക് കിടക്കില്ല. അപ്പോൾ ഒരു വിഭാഗം പോലീസുകാർ തല്ലിയതൊരു പക്ഷേ മാർക്സിസ്റ്റുകാരുടെ അസോസിയേഷനിലെ പോലീസുകാരായിരിക്കാം. അവരോടൊപ്പം RSSന്റെ ഫ്രാക്ഷനും ഉണ്ടെന്ന് CPM തന്നെ പറയുന്നുണ്ട് പോലീസിൻ്റെ അകത്ത്. ഇത് 2 പേരും ചേർന്ന് വർദ്ധിച്ചായിരിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു ചോദ്യം, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പോലും കിട്ടാത്ത ഒരു ഇൻഫർമേഷൻ എന്തടിസ്ഥാനത്തിലാണ് CPMന്റെ ലോക്കൽ നേതാവ് പറയുന്നത്? ഇപ്പൊ അതനുസരിച്ച് ആക്ഷൻ വരുന്നു പോലീസിന്റെ ഭാഗത്ത്. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ദുരൂഹത എല്ലാ കാര്യത്തിലും വേറി വരിക. സ്വർണ്ണക്കടത്തിന് പുറമെ സ്വർണം കട്ട ഏർപ്പാട്, ആവിയായി പോകുന്ന ED നോട്ടീസുകൾ,
പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് പോലും അനുസരിക്കാത്ത പോലീസുകാർ, അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലോക്കൽ CPM നേതാക്കൾ, ഇതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം. അതിന് ഇപ്പോൾ ഏതായാലും ഈ വിശ്വാസ സംരക്ഷണ യാത്ര കടന്നു പോയതിന് ശേഷം ഇന്ന് കോഴിക്കോട്ടെ UDF നേതാക്കളൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ശക്തമായൊരു പോലീസിനെതിരായ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തത്വത്തിൽ ധാരണയായി എത്തിയിട്ടുണ്ട്. അത് ഇന്ന് അവർ ജാഥ കടന്നു പോയതിന് ശേഷം തീരുമാനം UDFന്റെ ജില്ലാ നേതാക്കൾ നിങ്ങളെ അറിയിക്കും. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ. കാരണം എന്ത് ചെയ്താലും അതങ്ങ് തലകുലുക്കി സമ്മതിക്കാൻ സാധ്യമല്ല. കാലാവധി അവസാനിക്കാൻ പോകുന്ന, അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ട ഒരു സർക്കാർ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് വെച്ച് പൊറപ്പിക്കാൻ സാധ്യത. അതാണ് ഈ കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ നയം. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വിശ്വാസ സംരക്ഷണം എന്നുള്ളത് കോൺഗ്രസ് അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ള നയം. യുവതീ പ്രവേശന കാലത്തെ സമരവികാസങ്ങൾ മുതൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ വിഷയങ്ങൾ വരെ ഞങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുക. ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഞങ്ങൾ നോക്കുന്നില്ല. കാരണം അത് ഞങ്ങളുടെ അജണ്ടയല്ല. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് വിജയവും തോൽവിയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഭക്തജനങ്ങൾക്കേറ്റ മുറിവ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ലാതെ അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ജനങ്ങൾ വിധി എഴുതട്ടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങളെ അത് ബാധിക്കുന്ന വിഷയം. ഇതിനെ ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ അതാ പറഞ്ഞ ആചാര ലംഘനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതായത് ഞാൻ മനസ്സിലാക്കി ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്തയാണ്. ആറന്മുള വെള്ളസദ്യക്ക് വെള്ളസദ്യ അല്ല, മറ്റേ അന്നാണ് അഷ്ടമി രോഹിണി. അഷ്ടമി രോഹിണിയുടെ സദ്യക്ക് സാധാരണ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വീടുകളിലൊക്കെ എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോൾ ആദ്യം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വീടുകളിലും പ്രധാന ദിവസങ്ങളിലൊക്കെ വീടുകൾ നിർവഹിക്കാറുണ്ട്. ദേവന് വിഭവങ്ങൾ വെച്ച് അത് ദേവന് നിവേദിച്ച ശേഷമാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാറ്. ആറന്മുള ഈ മറ്റേ അഷ്ടമി രോഹിണിയുടെ ദിവസം ദേവന് നിവേദിക്കുന്നതിന് മുമ്പ് മന്ത്രി വാസവനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ സദ്യ വിളമ്പിക്കൊടുത്തു. ഇന്നിപ്പോൾ തന്ത്രി അയച്ചിട്ടുള്ള കത്ത് അതിന് പരിഹാരം ഉണ്ടാക്കണം. വിശ്വാസമനുസരിച്ച് ദേവൻ കഴിക്കുന്നതിന് മുമ്പ് മന്ത്രിയായിട്ടുള്ള ദേവൻ ഭക്ഷിച്ചു എന്നാണ് ഇപ്പോൾ കുഴപ്പം. ചിലപ്പോൾ മന്ത്രി അറിഞ്ഞു കാണുന്നില്ല, പക്ഷേ ആചാര ലംഘനം നടക്കും. അത് ലംഘിക്കാൻ ആരൊക്കെ നിന്നോ സഹായിച്ചോ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇപ്പോൾ ആചാര ലംഘനം ഒരു തുറക്കഥയാവുകയാണ് ഇപ്പോൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറന്മുളയിലൊക്കെ വളരെ ഈ ചിട്ടകളൊക്കെ വളരെ നോക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെയൊക്കെ ആറന്മുളയിൽ വെള്ളത്തിൽ കയറണമെങ്കിൽ ഷർട്ട് വരണം എന്നാണ് നിയമം. സാധാരണ വെള്ളത്തിൽ കയറി വെള്ളസദ്യയുടെ കാര്യത്തിന് വെള്ളത്തിൽ കയറുമ്പോൾ പോലും ഷർട്ട് ഷോള് ഇരിക്കണം എന്നാണ് നിയമം. ഇതിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ശബരിമലയിലാണെങ്കിലും ഉത്രാട സദ്യ ഓണസദ്യയൊക്കെ ആദ്യം ഭഗവാനെ വിളമ്പുന്ന സമയം. ഇത് ഭഗവാന് വിളമ്പിയൊന്ന് പൂജ നടത്തുകയേ ഉള്ളൂ. അതുവരെ ക്ഷമിക്കാൻ എന്താ അത്ര പ്രയാസം?
നല്ല സ്വീകാര്യത ഉണ്ടായി. ഞങ്ങൾ ഇന്നലെ നടന്ന എല്ലാ പോയിന്റിലും നല്ല രീതിയിലുള്ള ജനക്കൂട്ടമുണ്ടായി. അത് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വികാരമാണ്. കാരണം ഞങ്ങൾ രാഷ്ട്രീയ നേട്ടം കോട്ടയിൽ ഞങ്ങൾ കൂട്ടുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വികാര പ്രകടനമായിട്ടാണ് ഞങ്ങൾ ആ യോഗങ്ങളെ കാണുന്നത്. ഞാൻ പറഞ്ഞ ഏത് ക്ഷേത്രങ്ങളിലാണ്, ഏത് പാർട്ടിക്കാരാണ് ദൈവത്തിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ പള്ളിയുടെ സ്വത്തുക്കൾ ഇതൊക്കെ അവർക്ക് മാത്രം അവകാശപ്പെട്ടു. ഇവർ അമ്പലത്തിലെ വരുമാനം ആ അമ്പലത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം, അല്ലാതെ അവിടെ ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. പള്ളികളാണെങ്കിലും ദേവന്റെ സ്വത്ത് അവഹരിക്കുന്ന ഏർപ്പാട് ആര് നടത്തിയാലും ഞങ്ങൾ അതിനനുഭവിക്കുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു ആചാരം ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കാലത്ത് ഇപ്പോൾ രാജസ്ഥാനീയ മാത്രം, പക്ഷെ അവിടെ ഒരു ചടങ്ങുള്ളത്, അവരമ്പലത്തിന് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകും, കാല് കുടഞ്ഞിട്ടാണ് പുറത്തേക്ക് കാല് വയ്ക്കുക. കാരണം മണ്ണ് പോലും പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ആചാരങ്ങളുള്ള സ്ഥലത്ത് ദേവന്റെ കഴുത്തുനിന്നും കാതും ഊരിക്കൊണ്ടു. ഇത് ശരിയായിട്ട് നടപടിയല്ല. ഏറ്റെടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ കൂടെ പ്രവർത്തിക്കാനാണ് താല്പര്യം. അതിന് KPC പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇവിടെയും നോക്കാം അവിടെയും നോക്കാം. ഇപ്പോൾ KC വേണുഗോപാലാണല്ലോ സംഘടനാ സെക്രട്ടറി. അദ്ദേഹം കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അദ്ദേഹം MP ആണ്. സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്, ഒരു തടസ്സവുമില്ല. അതേസമയത്ത് ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തുന്നു. അതിനൊന്നും ഒരു പ്രയാസമൊന്നുമില്ല. അതാ ഇലക്ഷനോട് കൂടിയിട്ട് ആ ചാപ്റ്റർ ക്ലോസ്. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അതോടെ ഇലക്ട്രൽ കോളേജിൻ്റെ പ്രസക്തി പോകും. പിന്നീട് വലത് നോമിനേഷനായിട്ടാണ് വരാം. ഇനിയിപ്പോൾ അടുത്ത യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ വരുമ്പോൾ മെമ്പർഷിപ്പിൻ്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പഴയ ഇലക്ട്രൽ കോളേജിൻ്റെ ആ കാലാവധി കഴിഞ്ഞു. അതിന് വർക്ക് ചെയ്യാൻ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക സാഹചര്യത്തിലാണ് രാജി. അപ്പോൾ പുതിയ ഒരാളെ നാമനിർദ്ദേശം ചെയ്യും. അത് മുൻപും ഉണ്ട്. മുമ്പും പാർട്ടിയുടെ പല ഘടകങ്ങളിലുണ്ടായി. എങ്ങനെ UDF നല്ല വിജയസാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും ഈ CPM-ലൊക്കെ ഉണ്ടായിട്ടൊരു മൂല്യ തകർച്ചയുടെ ഭാഗമാണ്. ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് ആ പാർട്ടിയിൽ സ്ഥാനമില്ല. ഇപ്പൊ കമ്മ്യൂണിസം അല്ല, ഒരു പിണറായിസമാണ് പാർട്ടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പല പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇപ്പൊ കർട്ടന്റെ പുറയിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പല തെരഞ്ഞെടുപ്പുകളും വൻ വിജയം UDF-ന് ഉണ്ടാവുമ്പോൾ അതിൽ കുറേയൊക്കെ വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ വടകരയിൽ തന്നെ ഞാൻ 85,000 വോട്ടിന് ജയിച്ചു. ഷാഫി 1,00,000 മേലെ ജയിച്ചു. അതിൻ്റെയൊക്കെ കാരണം എന്താ? തീർച്ചയായിട്ടും ഈ മൂല്യച്യുതിയിൽ ദുഃഖിക്കുന്ന ഒരുപാട് പാർട്ടിയുടെ കേഡർ വോട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ പലപ്പോഴും UDF-ന് അനുകൂലമായിട്ട് വിടുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള മൂല്യച്യുതി ആ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടാണ്. UDF
ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. കാരണം ഏത് ചർച്ച നടന്നാലും അത് UDF റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആകെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തത് ജാനുവിൻ്റെ പാർട്ടി ഒരു അപേക്ഷ UDF തന്നിട്ടുണ്ട്. ഞങ്ങളതിൽ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് DCC ആയിട്ട് ആലോചിക്കണം, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. മുമ്പ് അപ്പച്ചൻ DCC പ്രസിഡന്റ് ആയപ്പോൾ 2000 അവർ വെച്ചൊരു പരീക്ഷണം ഞങ്ങൾ നടത്തി നോക്കിയതാണ്. അത് പരാജയമായിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ആ വിഷയത്തിനെ കുറിച്ച് പ്രതികരിക്കാൻ പാർട്ടികളുടെ അകത്ത് ചർച്ച ചെയ്യാനാണ് തീരുമാനമെടുത്തത്. അപ്പോൾ സ്വാഭാവികം ഞങ്ങൾക്ക് ഇവിടെ DCC അവരുടെ പാർട്ടി മെയിനായിട്ട് പ്രവർത്തിക്കുന്ന വയനാട്. അപ്പോൾ DCC ആയിട്ട് ആലോചിക്കണം, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം, മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം. അത് മാത്രമേ ഒരു അപേക്ഷ UDF വന്നിട്ടുള്ളൂ. അത് അവർ തന്നെ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയാൻ കാരണം. അല്ലെങ്കിൽ അതും ഞാൻ പറയുന്നത് മറ്റൊരു ചർച്ചയും നടന്നിട്ടില്ല. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിലവിൽ UDF-ലുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ. അല്ല, അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഗുണമാണോ ദോഷമോ എന്നുള്ള കാര്യം പാർട്ടിക്കകത്തൊരു ചർച്ച നടന്നിട്ടില്ല. ഒരു അപേക്ഷ എന്നൊന്നുമാണ്. അതെ, ഞാനൊരു കാര്യം പറയാം. ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ശ്രീ വർഗീസ് വൈദ്യ. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പം അപ്പച്ചനറിയാം, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ ഞങ്ങളെ വെച്ചിട്ടാണ് അവിടെ എന്ത് ഫംഗ്ഷൻ നടത്താറുണ്ടായത്. അത് അത്രയും സുതാര്യമായി എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുന്ന ബ്രഹ്മഗിരിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കളിയാക്കുക, ബ്രഹ്മഗിരി തുടങ്ങിയിരുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനം. അതിനെ കൊണ്ട് നശിപ്പിച്ചത് CPM-ൻ്റെ ഇവിടുത്തെ നേതൃത്വം. അതുകൊണ്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം. വർഗീസ് വൈദ്യരുടെ പേര് പോലും മോശമാക്കിയ ഇന്നത്തെ CPM നേതാക്കൾ അതിന് നാളെ മറുപടി കൊടുക്കും. അല്ല, അതാ പറഞ്ഞത്. CPM-ൻ്റെ നേതൃത്വത്തിലായതുകൊണ്ട് പരാതി കൊടുത്താലും കേസ് എടുക്കില്ല. ഇവിടെ ഇപ്പം പേരാമ്പ്രയിൽ ലോക്കൽ സഖാവ് പറഞ്ഞ ഉടനെ കേസ് എടുക്കും. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചുകൂടെ തീരുമാനിക്കും. ബ്രഹ്മഗിരിയുടെ കാര്യം അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടി നന്നേനെ പുറത്താക്കി. ഞങ്ങളൊന്ന് പുറത്താക്കി. ഞങ്ങളുടെ പാർട്ടി ഒരു സംസ്ഥാന നേതാവായിരുന്നു KK ബാലൻ. പാർട്ടി വിരുദ്ധ സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ചെടുത്തിട്ടില്ല. ഇപ്പോഴദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. എന്ത് അന്വേഷണം ഗവൺമെൻറ് നടത്തിയാലും ഞങ്ങൾക്കൊരു അന്വേഷണം. പാർട്ടി ഇല്ലാത്ത ഒരാൾ ചെയ്താൽ ഞങ്ങൾ ഇത്തരം പറയും. അതിനെതിരായിട്ട് ഉചിതമായിട്ടുള്ള നടപടി സർക്കാരിനെടുക്കാം. ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥന. ബാങ്ക് മോഷണം ഞങ്ങളുടെ അജണ്ടയല്ല. അദ്ദേഹം ഇടയ്ക്ക് വന്ന് പ്രധാനമന്ത്രിയെ പൊക്കും, പിന്നെ ഞങ്ങളോടൊപ്പം വരും. കുഴപ്പമില്ല.